വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ സ്റ്റുഡൻസ് ഇന്റേൺഷിപ്പ് മീറ്റും ഇൻവെസ്റ്റേഴ്സ് മീറ്റും സംഘടിപ്പിച്ചു. പഠിക്കുന്നതോടൊപ്പം പുതിയ സംരംഭങ്ങൾ ചെയ്യുന്ന വിദ്യാർത്ഥികളെ ആദരിക്കലും ഇതോടനുബന്ധിച്ച് നടന്നു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ED ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് സ്റ്റുഡൻസ് ഇന്റേൺഷിപ്പ് മീറ്റും ഇൻവെസ്റ്റേഴ്സ് മീറ്റും സംഘടിപ്പിച്ചത്. കോളേജിൽ ആദ്യമായാണ് ഇത്തരമൊരു പരിപാടി നടത്തുന്നത്. സെമിനാർ ഹാളിൽ നടന്ന പരിപാടി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ CD ദിലീപ് ഉദ്ഘാടനം ചെയ്തു. ഇവരെ ക്ലാസ്മേറ്റ് മുഹമ്മദ് ഷഹീറുണ്ട്, സ്റ്റുഡൻ്റാണ്. ഞാൻ ഷഹീർ കാരണം ഏകദേശം 2 കോടി രൂപ അവന് 3 വർഷം ബിസിനസ് ബിസിനസ് നിങ്ങൾക്കറിയാം, എനിക്കറിയാം മനസ്സിലാക്കി 2 കോടി രൂപ അവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറച്ച്. ആൾ ദുബായിലാണ്, ട്രിപ്പിലാണ്. ഇതാണ് പറയുന്നത്. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ തുച്ഛമായ ഇൻവെസ്റ്റ്മെൻറ്റ്, ഹാർഡ് വർക്ക് അതാണ്. ഞാനവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് തന്നെ പറയുകയുണ്ടായി, എനിക്ക് 6 മാസം കൊണ്ട് ഞാനൊരു 10 lakhs ആണ് 6 lakhs പ്രോഫിറ്റ് കിട്ടി. 6 lakhs പ്രോഫിറ്റ് 6 lakhs എനിക്ക് കിട്ടി. 10 lakhs ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അവൻ്റെ വർക്കില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും കഴിവുള്ളവരാണ്. ഒരു യൂസഫ് സലാഹുദ്ദീനുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാം, പലപ്പോഴും കാണും. ഏകദേശം ഒരു 50% കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ദുബായിൽ, പെട്രോളിയം കമ്പനി. കാരണം അവൻ പറഞ്ഞാണ് വീട്ടിലെല്ലാവരും 10th പാസ്സായിട്ടില്ല, പ്രദേശം ഇപ്പോൾ മാത്രം ജയിച്ചു കിട്ടുകയാണ്. എനിക്ക് ബിസിനസ്സിൻ്റെ ഐഡിയ എടുത്ത് തുടങ്ങുന്നുണ്ട്. എനിക്ക് എല്ലാ കഴിവുകളുണ്ട്, മനസ്സിലായിട്ട് അത് ചെയ്യേണ്ട ആവശ്യം മാത്രമല്ല. കെമിസ്ട്രി വിഭാഗം HOD ഡോക്ടർ രശ്മി അധ്യക്ഷയായി. ED ക്ലബ് സ്റ്റാഫ് കോർഡിനേറ്റർ ഡോക്ടർ P ശ്രീജ, പ്രൊഫസർ VK മുരളീധരൻ, ഡോക്ടർ രശ്മിക വിവേക്, MT മുഹമ്മദ് യാസിൻ, നന്ദകിഷോർ, ഹാജറ ഷഫ്ന, ഡോക്ടർ TP മനോജ്, പാർവതി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കോളേജിൽ പഠിക്കുന്നതോടൊപ്പം പുതിയ സംരംഭങ്ങൾ ചെയ്യുന്ന വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ഇതോടൊപ്പം കോളേജിൽ പുതിയ പ്രൊജക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുമായി വിവിധ കമ്പനികളുടെ പ്രതിനിധികളായ K മുഹമ്മദ്, P ഹനീസ് എന്നിവർ സംവാദം നടത്തി.